All are fine. എല്ലാവരും ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്? ഭക്ഷണമൊക്കെ കഴിച്ച് മിടുക്കന്മാരായിട്ട് ഇരിക്കുവാണല്ലേ എല്ലാവരും? യെസ്. അപ്പോൾ നമുക്ക് ടൈം കളയണ്ട, പഠിച്ചു തുടങ്ങാം. ഓക്കെ ചിൽഡ്രൻ? ഓക്കെ, all of you take your textbook. നമുക്ക് മാത്സ് ആണ് പഠിക്കേണ്ടത്. പേജ് നമ്പർ 67. ഓക്കെ, പേജ് നമ്പർ 67. ഓക്കെ, put the correct signs. അപ്പോൾ ഇവിടെ നമ്പേഴ്സ് നോക്കിയതിന് ശേഷം കറക്റ്റ് ആയിട്ടുള്ള സൈൻസ്, ഗ്രേറ്റർ ദാൻ, സ്മോളർ ദാൻ സിമ്പിൾസ് ഓർ ഈക്വൽ സിമ്പിൾസ് കറക്റ്റായിട്ട് ഇടുക. ഫസ്റ്റ് വൺ, 3 rupees 65 paisa plus 2 rupees 45 paisa. And അതിൻ്റെ ഓപ്പോസിറ്റ് 3 rupees 42 paisa plus 2 rupees 64 paisa. ഓക്കെ, ഇതിൽ ബിഗ്ഗർ ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയതിന് ശേഷം കറക്റ്റായിട്ടുള്ള സിമ്പിൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 3 rupees 65 പൈസ പ്ലസ് 2 rupees 45 പൈസയാണ് ബിഗ്ഗർ ആയിട്ടുള്ളത്, ബിഗ്ഗർ നമ്പർ. ഓക്കെ, അപ്പോൾ അതുപോലെ കറക്റ്റായിട്ട് ടീച്ചർ പറഞ്ഞതുപോലെ നമ്പേഴ്സ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക, അതിനുശേഷം സിമ്പിൾസ് ഇടുക. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മണി. അപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ അഡിഷനും സബ്ട്രാക്ഷനും ഒക്കെ പഠിച്ചു. ടുഡേ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മണി, മണി മൾട്ടിപ്ലിക്കേഷനാണ് പഠിക്കേണ്ടത്. ഓക്കെ, multiplication of money is the same as multiplication of any two numbers. Remember to put a point on the answer, 2 digits from the right, then multiply rupees and paisa. Multiplication of money can also done using the column method. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മണി എന്ന് പറയുന്നത്, മണി മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? സെയിം മെത്തേഡ്സ് തന്നെയാണ്. കറക്റ്റായിട്ട് നമുക്ക് ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കറക്റ്റായിട്ട് നമ്പേഴ്സൊക്കെ എടുത്ത് എഴുതാനൊക്കെ നമുക്ക് അറിയാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ. ഫോർ എക്സാമ്പിൾ, മൾട്ടിപ്ലൈ 47 rupees 25 paise by 9. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് 47 rupees 25 പൈസയെ 9 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് നമ്പേഴ്സൊക്കെ എഴുതുക. 47 rupees 25 പൈസ ഇൻറ്റു 9. ഓക്കെ, 9 എന്ന് എഴുതി. ദെൻ വൺസിൻ്റെ പ്ലേസിലാണ് 5ഉം 9ഉം. 5 ഇൻറ്റു 9 45. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ 5 ഇൻറ്റു 9, 5 ഇൻറ്റു 9 45 ആണ്, 45. ദെൻ 5 നമുക്ക് വൺസിൻ്റെ പ്ലേസിൽ എഴുതാം. ദെൻ 4നെ നമുക്ക് 2ൻ്റെ പ്ലേസിൽ ക്യാരിങ് ഓവറായിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ 9 ഇൻറ്റു 2, 9 ഇൻറ്റു 2 18, 18 പ്ലസ് 4 22, 2 to 22. ഓക്കെ, ദെൻ 22ൻ്റെ 2നെ നമുക്ക് ടെൻസിൻ്റെ പ്ലേസിലും ആഡ് ചെയ്ത് ദെൻ 2 ഇവിടെ ക്യാരിങ് ഓവറായിട്ട് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഈ 9 കൊണ്ട് തന്നെ 7നെ പോയിൻറ്റിന് അപ്പുറമുള്ള നമ്പറിനെ ഇൻറ്റു ചെയ്യണം. ഓക്കെ, അപ്പോൾ 9 ഇൻറ്റു 7, 9 ഇൻറ്റു 7, 9 ഇൻറ്റു 7 63, 63 പ്ലസ് ക്യാരിങ് ഓവർ 2, 63 പ്ലസ് 2 65. ഓക്കെ, അപ്പോൾ ഇവിടെ 65ൻ്റെ 6നെ മുകളിൽ നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് 9 ഇൻറ്റു 4, 9 ഇൻറ്റു 4 36, 36 പ്ലസ് 2 42. ഓക്കെ, ഫൈനൽ ആൻസർ 425 rupees, 425 rupees 25 paisa. Okay, answer 425 rupees 25 paisa. Okay, next example, multiplying 125 paisa by 7. Okay, അപ്പോൾ 125 പൈസയാണ്. അപ്പോൾ റുപ്പീസിലേക്ക് നമുക്ക് മാറ്റണം. റുപ്പീസിലേക്ക് മാറ്റുമ്പോൾ
പൈസയെ റുപ്പീസിലേക്ക് മാറ്റുക. 125 എന്നുള്ളത് 1.25. ഓക്കെ, ദെൻ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ പൈസയിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, റുപ്പീസിലേക്ക്, ക്വസ്റ്റ്യനിൽ പൈസ എന്നാണെങ്കിൽ അതിനെ റുപ്പീസിലേക്ക് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ആൻസർ 1.25, 1 rupees 25 പൈസ ഇൻറ്റു 7. മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് 7 ആണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. 1.25 ഇൻറ്റു 7. ഓക്കെ, നെക്സ്റ്റ് എന്താണ് മൾട്ടിപ്ലൈയിങ് മെത്തേഡ്? നോർമലി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ 5 ഇൻറ്റു 7 35. ഓക്കെ, 5നെ വൺസിൻ്റെ പ്ലേസിൽ എഴുതാം. ശേഷം carrying over 3. then 7 into 2 14 plus 7 17. 17. ഓക്കെ, അപ്പോൾ 7 നമുക്കിവിടെ എഴുതാം. carrying over 1. then 7 into 1 7 7 plus 1 8. okay, final answer 8.75. 8 rupees 75 paise. Answer 8 rupees 75 paise. അപ്പോൾ ക്വസ്റ്റ്യനിൽ മൾട്ടിപ്ലൈയിങ് 125 പൈസ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ പൈസ എന്നാണെങ്കിൽ അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് റുപ്പീസിലേക്ക് ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എക്സസൈസ് 3.3 മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടുള്ളതാണ്. ടീച്ചർ ഇപ്പം പറഞ്ഞു തന്ന മെത്തേഡ് അനുസരിച്ച് ചെയ്യുക. 26 പൈസ ബൈ 2. ഓക്കെ, 26 പൈസ ബൈ 2 ആൻസർ കണ്ടുപിടിക്കുക. അങ്ങനെ ഓരോന്നും സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, മൾട്ടിപ്ലൈയിങ് ആൻഡ് എക്സ്പ്രസ് ആൻസർ ഇൻ റുപ്പീസ്. ഓക്കെ, ഇവിടെ പൈസയിലാണ്, അതിനെന്ത് ചെയ്യുക, റുപ്പീസിലേക്ക് ചേഞ്ച് ചെയ്യുക. ഓക്കെ, ദെൻ ഫൈൻഡ് ദി പ്രോഡക്റ്റ്. 26 rupees 15 പൈസ ഇൻറ്റു 6. ഓക്കെ, ദെൻ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് മൾട്ടിപ്ലൈയിങ് മെത്തേഡ് എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. ഫസ്റ്റ് പൈസയുടെ നമ്പേഴ്സ്, പൈസയുടെ അവിടെ കറക്റ്റായിട്ടുള്ള നമ്പേഴ്സ് നോക്കുക. നമ്മളെപ്പോഴും പൈസയിൽ നിന്നാണ്, നമ്മൾ 1s 10s 100 ഓർഡറിൽ നോക്കുമ്പോൾ 1സിൽ നിന്നാണ് എപ്പോഴായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ പൈസയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പൈസയിലെ നമ്പേഴ്സ് 15 ഇൻറ്റു 6. അപ്പോൾ കറക്റ്റായിട്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ എഴുതുക. ഓക്കെ, all of you take your notebook please. Multiplication of money. Okay, multiply 47 rupees 25 paise by 9. Okay, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാനാണ്. 47 rupees 25 paise ഇൻറ്റു 9. ഓക്കെ, ഫസ്റ്റ് ചെയ്യേണ്ടത് പൈസയുടെ നമ്പേഴ്സാണ് നമുക്ക് ഫസ്റ്റ് ഇൻറ്റു ചെയ്യേണ്ടത്. പൈസയിലുള്ളത് 25ഉം 9ഉമാണ്. 25 ഇൻറ്റു 9. അപ്പോൾ 5 ഇൻറ്റു 9 45. ദെൻ 5 നമുക്ക് പൈസയുടെ താഴെ നമ്പേഴ്സിൽ എഴുതാം, കോളത്തിൽ എഴുതാം. ദെൻ 4 ക്യാരിങ് ഓവർ 9 ഇൻറ്റു 2. 9 ഇൻറ്റു 2 18. 18 പ്ലസ് 4 22. ഓക്കെ, 2 നമുക്ക് ആഡ് ചെയ്യാം ഇവിടെ. ദെൻ 7ൻ്റെ മുകളിൽ ക്യാരിങ് ഓവർ 2 കൊടുക്കാം. ഓക്കെ, ദെൻ 9 ഇൻറ്റു 7 63. 63 പ്ലസ് 2 65. ഓക്കെ, 65. ദെൻ 5നെ നമുക്ക് റുപ്പീസിൻ്റെ 7ൻ്റെ താഴെയുള്ള കോളത്തിൽ മാർക്ക് ചെയ്യാം. ദെൻ 6നെ 4ൻ്റെ മുകളിലായിട്ട് മാർക്ക് ചെയ്യാം. ദെൻ അതിന് ശേഷം 9 ഇൻറ്റു 4. 9 ഇൻറ്റു 4 38 പ്ലസ് 6 42. ഫൈനൽ ആൻസർ 425 rupees 25 പൈസ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതുപോലെ 26 പൈസ ബൈ 2. ഓക്കെ, 26 പൈസ ബൈ 2. 26 ഇൻറ്റു 2. 26 ഇൻറ്റു 2. ദെൻ 6 ഇൻറ്റു 2 12. 2 നമുക്ക് താഴെയുള്ള കോളത്തിൽ മാർക്ക് ചെയ്യാം. ദെൻ 1 ക്യാരിങ് ഓവർ 2 ഇൻറ്റു 2 4. 4 പ്ലസ് 1 5. 52 പൈസ. ആൻസർ 52. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തന്നെ ടീച്ചർ തരുന്ന ആക്ടിവിറ്റീസ് ചെയ്യുക. നെക്സ്റ്റ് മൾട്ടിപ്ലൈ ആൻഡ് എക്സ്പ്രസ് ദി ആൻസർ ഇൻ റുപ്പീസ്. ഓക്കെ, ഫസ്റ്റ് വൺ 32 പൈസ ബൈ 3. 32 ഇൻറ്റു 3. 32 ഇൻറ്റു 3 96. എന്താണ്, റുപ്പീസിനെ ആൻസർ എഴുതുമ്പോൾ റുപ്പീസിലേക്ക് മാറ്റുക. അപ്പോൾ 0.96
0.96 എന്ന ആൻസർ കിട്ടുന്നു. പിന്നെ അതുപോലെ ഓരോന്നും വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക. നെക്സ്റ്റ് ഫൈൻഡ് ദി പ്രോഡക്റ്റ്. 26 rupees 15 പൈസ ഇൻറ്റു 6. ഓക്കെ, പൈസ റുപ്പീസ് കറക്റ്റായിട്ട് കോളം ഫില്ല് ചെയ്യുക. അതിനുശേഷം പൈസയിലെ നമ്പേഴ്സിനെ ഇൻറ്റു ചെയ്യുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് റുപ്പീസിലേക്ക്. അപ്പോൾ ഫൈനൽ ആൻസർ കിട്ടുന്നു 156 rupees 90 പൈസ. ഓക്കെ, അതുപോലെ ഓരോന്നും കെയർഫുള്ളായിട്ട് ടൈം എടുത്ത് ചെയ്ത് ടീച്ചറിനെ കാണിക്കുക. ഓക്കെ ചിൽഡ്രൻ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. എല്ലാവരും ഹാപ്പി ആണോ? ഓക്കെ, ഹാപ്പി ആയിരിക്കുന്നല്ലോ. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എല്ലാവരും? ഓക്കെ, അപ്പോൾ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ ചിൽഡ്രൻ. Children, take your Malayalam text, page number 54, പാഠം 16. Then പാഠം നാടും നഗരവും ടെക്സ്റ്റ് പേജ് നമ്പർ 54. ഓക്കെ, പ്ലീസ് ലുക്ക്. അടുത്ത അവധിക്ക് നാട്ടിലേക്ക് പോകുന്ന കാര്യമായിരുന്നു റോഹൻ്റെ വീട്ടിലെ ചർച്ച. ദീപുവിനെ കണ്ടയുടൻ റോഹൻ ആ വിവരം പറഞ്ഞു. ദീപു പറഞ്ഞു, എൻ്റെ വല്യച്ഛൻ്റെ മകനാണ് മിഥുൻ. ഇന്നലെ അവൻ്റെ ഒരു കത്ത് വന്നിരുന്നു. നിനക്ക് കാണണോ? ദീപു ചോദിച്ചു. അവർ ഒന്നിച്ചിരുന്ന് ആ കത്ത് വായിച്ചു. ദീപുവിൻ്റെ ഫ്രണ്ട് മിഥുൻ റോഹനോട് പറയുന്നതാണ് ദീപു കേട്ടോ. ദീപുവിനെ കണ്ടയുടൻ റോഹൻ പറയുന്നതാണ് റോഹൻ്റെ വല്യച്ഛൻ്റെ മകൻ മിഥുൻ്റെ ഒരു കത്ത് വന്നു. അപ്പോൾ ആ കത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ പാഠത്തിൽ പറയുന്നത് നമുക്കത് വായിക്കാം. നിങ്ങൾക്ക് കത്തെഴുതാൻ അറിയാമോ? നിങ്ങൾ ഈ പാഠം കഴിഞ്ഞതിന് ശേഷം കത്തെഴുതാൻ ശീലിക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം ടീച്ചർ. ആദ്യം പാഠഭാഗം വായിക്കാം. ദെൻ പ്രിയപ്പെട്ട ദീപുവിന്, പട്ടം എന്നാണ് സ്ഥലത്തിൻ്റെ പേരും ഡേറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ നോക്കിയേ, പട്ടം 23/8/2018 എന്ന ഡേറ്റ് വെച്ചേക്കുന്നു. വായിക്കണം, ശ്രദ്ധിക്കുക. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എത്ര നാളായി നിന്നെ ഒന്ന് നേരിൽ കണ്ടിട്ട്. ഈ ക്രിസ്മസ് അവധിക്ക് എന്തായാലും നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛന് ഈ നഗരത്തിലേക്ക് സ്ഥലം മാറ്റം വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഗ്രാമത്തിൽ എന്ത് സുഖമായിരുന്നു. പുഴയും മലയും പാടവും ഉത്സവവും ആനയും വെടിക്കെട്ടും, കൂടെ കളിക്കാൻ അയൽപ്പക്കത്ത് ധാരാളം കൂട്ടുകാരും ഒക്കെയുള്ള ആ നാട് ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ സന്തോഷം നിറയും. അവിടെയായിരുന്നെങ്കിൽ നിന്നോടൊപ്പം മുറ്റത്തും തൊടിയിലും ഒക്കെ ഓടി നടന്ന് കളിക്കാമായിരുന്നു. പശുവും ആടും പട്ടിയും പൂച്ചയും കോഴിയും ഒക്കെയുള്ള ആ വീടാണ് എനിക്ക് ഇഷ്ടം. മിഥുൻ പറയുകയാണ്, മിഥുന് ഇഷ്ടം ഗ്രാമമാണ് എന്നാണ് മിഥുൻ പറയുന്നത്. ദെൻ നെക്സ്റ്റ്, അമ്മൂമ്മയും അപ്പൂപ്പനും എന്തൊക്കെ കഥകളാണ് പറഞ്ഞു തരുന്നത് അല്ലേ. രാവിലെ ഉണർന്നാൽ വൈകുന്നേരമാകുന്നത് അറിയില്ല. ഓക്കെ ചിൽഡ്രൻ, നിങ്ങൾക്കും അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ഉണ്ടല്ലോ, മുത്തശ്ശനും മുത്തശ്ശിയും. അവർ കഥകളൊക്കെ പറഞ്ഞു തരും അല്ലേ, നല്ല നല്ല കഥകൾ പറഞ്ഞു തരും. അതുപോലെ മിഥുന് കഥ പറയുമെന്നാണ് മിഥുൻ പറയുന്നത്. ഇവിടെ നഗരത്തിൽ എല്ലാവർക്കും തിരക്കോട് തിരക്കാണ്. ചീറിപ്പായുന്ന വണ്ടികളുടെ ശബ്ദമാണ് എപ്പോഴും. ഇവിടുത്തെ വീടിന് അധികം മുറ്റമൊന്നുമില്ല, തൊടി ഒട്ടുമില്ല. അതുകൊണ്ട് ഓടി നടന്ന് കളിക്കാൻ ഒരു സൗകര്യവുമില്ല. അടുത്ത വീട്ടിലൊന്നും അമ്മ കളിക്കാൻ വിടുകയുമില്ല. ചുരുക്കം പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യവുമില്ല. മുറിയിൽ അടച്ചിരുന്ന് ആണ് കളിക്കുന്നത്. ഇവിടെ നിറയെ വീടുകളുണ്ട്. എല്ലാവരും കണ്ടാൽ ഒന്ന് ചിരിക്കും, അത്രയേ ഉള്ളൂ. അവിടെ നാട്ടുകാരെല്ലാം സ്വന്തം വീട്ടുകാരെ പോലെ തന്നെയല്ലേ. സ്കൂൾ, TV, വീട്, സ്കൂൾ, ഇതാണെൻ്റെ ജീവിതം. അച്ഛൻ ടൗണിൽ ഷോപ്പിംഗ് മാളിലൊക്കെ കൊണ്ടുപോകും. സിനിമയ്ക്കും ബീച്ചിലും കൊണ്ടുപോകും. ഇടയ്ക്ക് സിനിമയ്ക്കും ബീച്ചിലുമൊക്കെ പോകാറുണ്ട്. അതാണ് ആകെയുള്ള ഒരു രസം. കൊച്ചച്ഛനെയും കൊച്ചമ്മയെയും ദിയമോളെയും അമ്മൂമ്മയെയും അപ്പൂപ്പനെയും ഒക്കെ അന്വേഷിച്ചു എന്നു പറയണം. കത്തു നിർത്തട്ടെ, ദീപു മറുപടി അയക്കുമല്ലോ. ദീപു പണിക്കർ, വലിയ വീട്ടിൽ, തിരുവഞ്ചൂർ PO, കോട്ടയം 686037.
ഇവിടെ എഴുതിയിരിക്കുന്നു ലാസ്റ്റ് എന്താണ് എഴുതിയിരിക്കുന്നത്? സസ്നേഹം. ഒപ്പ്, ഇവിടെ ഉപ്പ് ഇടുന്നതാണ് ഒപ്പ്. ദെൻ മിഥുൻ, ആരാണോ കത്തെഴുതുന്നത് അവരാണ് അവസാനം എഴുതേണ്ടത്. സസ്നേഹം, ഒപ്പ്, മിഥുൻ. കേട്ടോ. ദെൻ എന്താണ്? ദീപു പണിക്കർ, വലിയ വീട്ടിൽ. അത് ആർക്കാണോ എഴുതുന്നത് അവരുടെ പേര് ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ കത്തെഴുതുന്നത് എങ്ങനെയാണെന്ന്? ഓക്കെ, അപ്പം നിങ്ങൾ കത്തെഴുതണമെന്ന പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ആഘോഷത്തെപ്പറ്റി കൂട്ടുകാരന് കത്തെഴുതുക എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം നിങ്ങൾ കത്തെഴുതാൻ ശ്രമിക്കണം. ഓക്കെ ചിൽഡ്രൻ, നമുക്കിനി നോട്ട്ബുക്കിൽ എഴുതാം. ടെക്സ്റ്റ് ആക്ടിവിറ്റീസ് കൂടെ നമുക്ക് തുടങ്ങാം. ടെക്സ്റ്റ് ആക്ടിവിറ്റീസ് കൂടെ എഴുതാം. നമുക്കിനി എക്സാമിൻ്റെ സമയമൊക്കെയാണ്. അപ്പോൾ ടീച്ചർ സമയം ദീർഘിക്കുന്നില്ല. നോട്ട് എഴുതാം. പാഠം 16 നാടും നഗരവും. അർത്ഥം എഴുതുക. തൊടി, പറമ്പ്. ഉണരുക, ഉറക്കം, കഴിയുന്ന അവസ്ഥ. അധികം, കൂടുതൽ. All of you take a notebook. Please, today's date and day. Okay, then write. അധികം, കൂടുതൽ. ശബ്ദം, ഒച്ച. വിപരീതം എഴുതുക. ഇഷ്ടം, അനിഷ്ടം. ധാരാളം, കുറച്ച്. സ്വാതന്ത്ര്യം, അസ്വാതന്ത്ര്യം. സൗകര്യം, അസൗകര്യം. ഉണരുക, ഉറങ്ങുക. പര്യായം എഴുതുക. മുറ്റം, അങ്കണം, ചത്വരം. പശു, ഗോവ്, ധേനു. വീട്, ഭവനം, ഗ്രഹം. മല, ഗിരി, ശൈലം. ആന, കരി, ഗജം. ഇത്രയും പര്യായമാണ് കേട്ടോ. ദെൻ പിരിച്ചെഴുതുക. എനിക്കിഷ്ടം, എനിക്ക് അധികം ഇഷ്ടം. ഒന്നുമില്ല, ഒന്നും അധികം ഇല്ല. വിടുകയുമില്ല, വിടുകയും അധികം ഇല്ല. വൺസ് മോർ ടു റീഡിങ്. പിരിച്ചെഴുതുക. എനിക്കിഷ്ടം, എനിക്ക് അധികം ഇഷ്ടം. ഒന്നുമില്ല, ഒന്നും അധികം ഇല്ല. വിടുകയുമില്ല, വിടുകയും അധികം ഇല്ല. ആനയും, ആന അധികം ഓക്കെ ചിൽഡ്രൻ, ക്ലിയർ? ദെൻ നാനാർത്ഥം എഴുതുക. രസം, നവരസം, മെർക്കുറി. ശബ്ദം, അക്ഷരക്കൂട്ടം, ഒച്ച. ഉത്തരം എഴുതുക. 1. ആര് ആർക്കാണ് കത്തെഴുതിയത്? മിഥുൻ ദീപുവിനാണ് കത്തെഴുതിയത്. ഗ്രാമത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗ്രാമത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം? പുഴയും മലയും പാടവും ഉത്സവവും ആനയും വെടിക്കെട്ടും കൂടെ കളിക്കാൻ അയൽപ്പക്കത്തെ കൂട്ടുകാരും എല്ലാമുണ്ട് എന്നതാണ് ഗ്രാമത്തിൻ്റെ ഗുണങ്ങൾ. തേർഡ് ക്വസ്റ്റ്യൻ, നഗര ജീവിതത്തിൽ കുട്ടിക്ക് നഷ്ടമായതെന്തൊക്കെയാണ്? മുറ്റവും തൊടിയുമില്ല. ഓടി നടന്ന് കളിക്കാൻ സൗകര്യമില്ല. കളിക്കാൻ വിടില്ല. കുട്ടിയുടെ സ്വാതന്ത്ര്യമാണ് നഷ്ടമായത്. വൺസ് മോർ ടു റീഡിങ്. നഗരജീവിതത്തിൽ കുട്ടിക്ക് നഷ്ടമായതെന്തൊക്കെയാണ്? മുറ്റവും തൊടിയുമില്ല. ഓടി നടന്നു കളിക്കാൻ സൗകര്യമില്ല. കളിക്കാൻ വിടില്ല. കുട്ടിയുടെ സ്വാതന്ത്ര്യമാണ് നഷ്ടമായത്. ഓക്കെ ചിൽഡ്രൻ, നീറ്റായിട്ടും ബ്യൂട്ടിഫുള്ളായിട്ടും നോട്ട് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ഭംഗിയായി എഴുതുക. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ബട്ടർഫ്ലൈസ്. ഹൗ ആർ യു? ഓൾ ആർ ഫൈൻ? എല്ലാവരും ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്? ഭക്ഷണമൊക്കെ കഴിച്ച് മിടുക്കന്മാരായിട്ട് ഇരിക്കുവാണല്ലേ എല്ലാവരും? യെസ്, അപ്പോൾ നമുക്ക് ടൈം കളയണ്ട, പഠിച്ചു തുടങ്ങാം. ഓക്കെ ചിൽഡ്രൻ? Okay, all of you take your textbook, page number 140. Okay, today നമുക്ക് പഠിക്കേണ്ടത് a new lesson ആണ്, സോഷ്യൽ സയൻസിൻ്റെ റൂൾസ് ആൻഡ് ഡ്യൂട്ടീസ്. ഓക്കെ, lesson 6, rules and duties. Okay, please listen here. We all live in a society. Ours is a modern society. We use many electronic products every day and follow a set of rules to use them. We also follow rules while walking on the road, traveling and so on. Children also follow the rules of the games they play. These rules are laid by the schools or parents. Similarly, we need to follow certain rules and regulations to live peacefully in a society. Respecting one another and understanding people around us are essential for peaceful social life. ഓക്കെ, ഈ ലെസണിൽ നമ്മൾ പഠിക്കുന്നത് റൂൾസ് ആൻഡ് ഡ്യൂട്ടീസിനൊക്കെ കുറിച്ചാണ്. നമ്മളെല്ലാവരും ഒരു സമൂഹത്തിലാണ്, നാം എല്ലാവരും ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. വി ആർ ലിവ് ഇൻ എ സൊസൈറ്റി.
ഈസ് എ മോഡേൺ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് എന്താണ്? ഒരു മോഡേൺ സൊസൈറ്റിയാണ്. വി യൂസ് മെനി ഇലക്ട്രോണിക് പ്രോഡക്ട്സ് എവറി ഡേ ആൻഡ് ഫോളോ എ സെറ്റ് ഓഫ് റൂൾസ് ടു യൂസ് ദം. നാം എല്ലാവരും എന്താണ് ഒരു നിത്യജീവിതത്തിൽ ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നവരാണ്. അവ ഉപയോഗിക്കാനായിട്ട് എന്താണ് നമ്മൾ കുറച്ച് റൂൾസും അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ അതിൻ്റെയൊക്കെ നിയമങ്ങളും നമ്മൾ പാലിക്കുന്നവരാണ്. വി ഓൾസോ ഫോളോ റൂൾസ് വൈൽ വാക്കിംഗ് ഓൺ ദ റോഡ്, ട്രാവലിംഗ് ആൻഡ് സോ ഓൺ. Children also follow the rules of the games they play. These rules are laid by the school or parents. നമ്മൾ കുട്ടികളും എന്താണ്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ കളിക്കുമ്പോഴൊക്കെ ഓരോ പ്ലേയിൽ വരുന്ന റൂൾസൊക്കെ പാലിക്കാറുണ്ട്. ദീസ് റൂൾസ് ആർ ലെയ്ഡ് ബൈ ദ സ്കൂൾസ് ഓർ പാരൻസ്. പിന്നെ എന്താണ്, നമ്മുടെ സൊസൈറ്റിയിൽ പാലിക്കേണ്ടതായ കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. അതൊക്കെ ആരാണ്? നമ്മുടെ സ്കൂൾസിൽ ടീച്ചേഴ്സ് പറഞ്ഞു തരും. പിന്നെ പാരൻസൊക്കെ പറഞ്ഞു തരുന്നതാണ് നമ്മൾ അനുസരിക്കാറ്. സിമിലർലി വി നീഡ് ടു ഫോളോ സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ടു ലീവ് പീസ്ഫുള്ളി ഇൻ ദ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിൽ സമാധാനപരമായ ഒരു ജീവിതം നയിക്കുന്നതിന് നമുക്ക് നമ്മുടെ സൊസൈറ്റിയിലുള്ള പൊതുവിലുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കേണ്ടതുണ്ട്. റെസ്പെക്റ്റിംഗ് വൺ അനദർ, അണ്ടർസ്റ്റാൻഡിംഗ് പീപ്പിൾ അറൗണ്ട് ആസ് എസെൻഷ്യൽ ഫോർ പീസ്ഫുൾ social life. We all live in India. We are its citizens. As citizens of the country, we must observe the rules and regulations framed by the government. These rules and regulations are called laws. Okay? പിന്നെന്താ പറയുന്നത്? റെസ്പെക്റ്റിംഗ് വൺ അനദർ ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് പീപ്പിൾ അറൗണ്ട് ആസ് ആർ എസെൻഷ്യൽ ഫോർ പീസ്ഫുൾ ലൈഫ്. നമ്മുടെ സമൂഹത്തിലൊരു സമാധാനപരമായ ജീവിതം നയിക്കുന്നതിന് നമ്മൾ എന്തുകൂടി ചെയ്യേണ്ടതുണ്ട്? പരസ്പരം മറ്റുള്ളവരെ ബഹുമാനിക്കുകയും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നതിന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകം കൂടി ആണ്. ദെൻ വി ആൾ ലിവ് ഇൻ ഇന്ത്യ. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. ഓക്കെ, വി ആർ ഇറ്റ്സ് സിറ്റിസൺ. നാം ഓരോരുത്തരും എന്താണ്? വി ആർ ഇറ്റ്സ് സിറ്റിസൺ. ഇന്ത്യൻ പൗരന്മാരാണ് നാം ഓരോരുത്തരും. ആസ് സിറ്റിസൺസ് ഓഫ് എ കൺട്രി വി മസ്റ്റ് ഒബ്സർവ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫ്രെയിംഡ് ബൈ ദ ഗവൺമെൻറ്. ദീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ആർ കോൾഡ് ലോസ്. Okay, next, rules we need to follow. People need to live in accord with everyone in their locality and in the places where they work together. The public services like roads, parks, schools, libraries, water supply and electricity are provided by our government. We should use these services properly and follow the rules laid down for us. Some such rules are as follows. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് റൂൾസ് വി നീഡ് ടു ഫോളോ. നാം പാലിക്കേണ്ട ചില നിയമങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. പീപ്പിൾ നീഡ് ടു ലിവ് ഇൻ അക്കോർഡ് ടു എവരി വൺ ഇൻ ദെയർ ലൊക്കാലിറ്റി ആൻഡ് ഇൻ ദ പ്ലേസസ് വെയർ ദേ വർക്ക് ടുഗദർ. എന്താണ്, ആളുകൾ അവരുടെ പ്രദേശത്ത് ഒരുമിച്ച് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ എല്ലാവരും എന്താണ് ചെയ്യേണ്ടത്? പരസ്പരം മനസ്സിലാക്കിയും എന്താണ് ഇണങ്ങി ജീവിക്കേണ്ടതുമാണ്. ദ പബ്ലിക് സർവീസസ് ലൈക്ക് റോഡ്, പാർക്ക്, ഗവൺമെൻറ്റ്സ്, ലൈബ്രറീസ്, വാട്ടർ സപ്ലൈസ്, ഇലക്ട്രിസിറ്റി ആർ പ്രൊവൈഡഡ് ബൈ അവർ ഗവൺമെൻറ്. നമ്മുടെ ഗവൺമെൻറ് നൽകുന്ന പൊതു സേവനങ്ങളാണ്. ഏതൊക്കെയാണ്? റോഡ്സ്, പാർക്സ്, സ്കൂൾസ്, ലൈബ്രറീസ്, വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി ഇവയൊക്കെ എന്താണ്? നമ്മുടെ ഗവൺമെൻറ് നൽകുന്ന പൊതു സേവനങ്ങളാണ്. ആളുകൾക്ക്, നമ്മുടെ സൊസൈറ്റിക്ക് നൽകുന്ന സേവനങ്ങളാണ്. വി ഷുഡ് യൂസ് ദീസ് സർവീസസ് പ്രോപ്പർലി. നമുക്കെന്താണ് നമുക്ക് തരുന്ന സേവനങ്ങൾ പൊതു സേവനങ്ങളെല്ലാം നമ്മൾ ശരിയായ രീതിയിലാണ് ഉപയോഗപ്രദമാക്കേണ്ടത്. ഓക്കെ, സം സച്ച് റൂൾസ് ആർ ആസ് ഫോളോസ്. അപ്പോൾ നമുക്ക് കൃത്യമായി പാലിക്കേണ്ട ചില റൂൾസ്. ഫസ്റ്റ് വൺ, കീപ് യുവർ സറൗണ്ടിങ് ക്ലീൻ ആൻഡ് ടൈഡി. നമ്മുടെ ചുറ്റുപാട് നമ്മളെപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുക. ദെൻ സെക്കൻഡ് വൺ, ത്രോ ഗാർബേജ് ഇൻ ദ ഡസ്റ്റ്ബിൻസ്. മലിനമായ അല്ലെങ്കിൽ ഗാർബേജസ് എപ്പോഴും നമ്മൾ ഡസ്റ്റ്ബിന്നിൽ തന്നെയാണ് നിക്ഷേപിക്കേണ്ടത്, അല്ലാതെ റോഡുകളിലോ പൊതുസ്ഥലങ്ങളിലോ വലിച്ചെറിയാൻ പാടില്ല. ഡു നോട്ട് വേസ്റ്റ് വാട്ടർ, ഇലക്ട്രിസിറ്റി ഓർ
ഫുഡ്. ഡു നോട്ട് വേസ്റ്റ് വാട്ടർ. നമ്മൾ ഒരിക്കലും ജലമോ ഇലക്ട്രിസിറ്റിയോ ഫുഡോ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഫോളോ ദി ട്രാഫിക് റൂൾസ്. നെവർ ഡ്രൈവ് ഫാസ്റ്റ്. എപ്പോഴും നമ്മൾ എന്താണ് 2 വീലർ ഓർ 4 വീലറൊക്കെ നമ്മൾ പാരൻസൊക്കെ യൂസ് ചെയ്യുന്നവരാണല്ലേ. യെസ്, അപ്പോൾ നമ്മുടെ പാരൻസിനോട് നമ്മൾ എന്ത് പറയണം? എപ്പോഴും ട്രാഫിക് റൂൾസ് പാലിക്കണം. നെവർ ഡ്രൈവ് ഫാസ്റ്റ്. ഒരിക്കലും വളരെ ഫാസ്റ്റായിട്ട് ധൃതിയിലൊന്നും ഡ്രൈവ് ചെയ്യാൻ പാടില്ല. അതെന്താണ്? കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ. ക്രോസ് ദ റോഡ് ഓൺലി അറ്റ് സിബ്ര ക്രോസിംഗ്. നമ്മളെപ്പോഴും പാലിക്കേണ്ട ഒരു കാര്യമാണ്. അപകട സാധ്യതയുള്ള സ്ഥലമാണ് നമ്മുടെ റോഡുകൾ. അപ്പോൾ എപ്പോഴും ട്രാഫിക് സിഗ്നൽസും സീബ്ര ക്രോസിങ്ങിലൂടെ ആയിരിക്കണം ക്രോസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ. ഫോളോ ദ ക്യൂ സിസ്റ്റം വെറെവർ ഇറ്റ് ഈസ് ഇൻ പ്ലേസസ്. ഡു നോട്ട് ഫൈറ്റ് വിത്ത് ഈച്ച് അതർ. നാം കാണാറുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ എന്താണ് ക്യൂ സിസ്റ്റം പാലിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സൊസൈറ്റിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക? നമ്മളും അത് പാലിക്കുക. ഡു നോട്ട് ഫൈറ്റ് വിത്ത് ഈച്ച് അതർ. മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്യാനൊന്നും പോകരുത്. ഡു നോട്ട് സ്പോയിൽ ഓർ ഡർട്ടി പബ്ലിക് പ്രോപ്പർട്ടി ലൈക്ക് മോണുമെൻറ്റ്സ്, റോഡ്സ്, പാർക്സ് എക്സെട്ര. പബ്ലിക് പ്രോപ്പർട്ടീസായ, അതായത് പൊതു സ്വത്തുക്കളായ മോണുമെൻറ്റ്സും റോഡ്സ്, പാർക്സ് ഇവയൊന്നും നമ്മൾ ഡു നോട്ട് സ്പോയിലോ ഡേർട്ടി വൃത്തിഹീനമാക്കാതെ ഇരിക്കുക. ഡു നോട്ട് സ്റ്റീൽ ഓർ ബ്രേക്ക് പബ്ലിക് പ്രോപ്പർട്ടീസ്. പബ്ലിക് പ്രോപ്പർട്ടീസ് പൊതുമുതൽ എന്താണ് ബ്രേക്ക് ചെയ്യാനോ നശിപ്പിക്കാൻ പാടുള്ളതല്ല. ഡു നോട്ട് സ്റ്റീൽ ഓർ പബ്ലിക് പ്രോപ്പർട്ടീസ് ബ്രേക്ക് പബ്ലിക് പ്രോപ്പർട്ടി. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മൾ തീർച്ചയായിട്ടും പാലിക്കേണ്ട നിയമങ്ങൾ. നാം പാലിക്കേണ്ട നിയമങ്ങൾ ഇവയൊക്കെയാണ്. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട്ബുക്ക് പ്ലീസ്. ഇപ്പോൾ ഹാർഡ് വേർഡ്സ് ആണ് നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടത്. ഓക്കെ, ഇലക്ട്രോണിക് പ്രോഡക്ട്സ്. ELECTRONIC ഇലക്ട്രോണിക് പ്രോഡക്ട്സ്. PRODUCTS പ്രോഡക്റ്റ്. ഇലക്ട്രോണിക് പ്രോഡക്ട്സ്. റൂൾസ്. RULES റൂൾസ്. നെക്സ്റ്റ് വൺ റെഗുലേഷൻസ്. REGULATIONS റെഗുലേഷൻസ്. പീസ്ഫുള്ളി. PEACEFULLY പീസ്ഫുള്ളി. സിറ്റിസൺ. CITIZENS സിറ്റിസൺ. ലാസ്റ്റ് വൺ laws. LAWS laws. Electronic products, rules, regulations, peacefully, citizen, laws. അപ്പോൾ നീറ്റായിട്ട് ലൈൻ ടച്ച് ചെയ്ത് ടീച്ചറിൻ്റെ നോട്ട്ബുക്ക് എഴുതി കാണിക്കുക. ഓക്കെ ചിൽഡ്രൻ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. എല്ലാവരും ഹാപ്പി ആണോ? ഓക്കെ, ഹാപ്പി ആയിരിക്കുന്നല്ലോ. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ എല്ലാവരും? ഓക്കെ, അപ്പോൾ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ ചിൽഡ്രൻ. All of you take your Hindi text പേജ് നമ്പർ 90. ഹംസ് എന്ന് പറയുന്ന റൈമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ ലൈൻസ് ആണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, പ്ലീസ് ലുക്ക് ടെക്സ്റ്റ് പേജ് നമ്പർ 90. धरती पर जब चलता लगता, धरती जैसे सुख पाती, इससे सुंदर चाल किसी की नहीं कहीं मानी जाती. धरती എന്താണ്? धरती ഭൂമി. धरती ഭൂമി, എർത്ത്. धरती पर जब चलता लगता, धरती जैसे सुख पाती. ഭൂമിയിലൂടെ നടക്കുമ്പോൾ ഭൂമിയിലൂടെ നടക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ലഗ്ത ധർത്തി ജൈസെ സുഖാത്തി ഭൂമിക്ക് സന്തോഷം ലഭിക്കുമോ എന്ന് തോന്നിപ്പോകും. ഇസസെ സുന്ദർ ചാൽ കിസി കി നഹീം കഹി മാനി ചക്തി ജാത്തി. ഇസസെ സുന്ദർ ചാൽ കിസി കി നഹീം കഹി മാനി ജാത്തി എന്ന് തോന്നുന്നു. ഭൂമിക്ക് സന്തോഷമെന്ന് തോന്നുന്നു. അത് ആരുടെയും മനോഹരമായ നീക്കമായി കണക്കാക്കപ്പെടുന്നില്ല. വൺസ് മോർ ടു റീഡിങ്. धरती पर जब चलता लगता, धरती जैसे सुख पाती, इससे सुंदर चाल किसी की नहीं कहीं मानी जाती. और
സമജ്ദാരി ഫി ഇസ്കി ജഗ് മേം ജാനി മാനി ഹേ. എന്താണ് സമജ്ദാരി? വിവേകം അല്ലേ, അറിവ്. എന്താണ് സമജ്ദാരി ഫി ഇസ്കി ജഗവുമേ ജാനി മാനി ഹേ. ആര് തന്നെ വിവേകം നേടി എന്ത് തന്നെ പറഞ്ഞാലും ഈ ലോകത്ത് അതൊന്നും പ്രസിദ്ധമായ കാര്യമാണ്. ഹംസ് അല്ലേ, അതാണ് പറയുന്നത് ഹംസ്. മൈനെ കഫി ബെഡെ ബൂണ്ടോം സെ ഏസി സുനി കഹാനി ഹേ. ബെഡെ ബൂണ്ടോം എന്ന് പറയുന്നത് എന്താണ്? മുതിർന്നവർ. ആരാണ് പറയുന്നത്? മുതിർന്നവരെയാണ് ബെഡെ ബൂണ്ടോ എന്ന് പറയുന്നത്. മെയിനെ കാഫി ചിലപ്പോഴൊക്കെ മുതിർന്നവരുടെ കഥ കേൾക്കാറുണ്ട്, കേട്ട് മനസ്സിലാക്കാറുണ്ട് എന്നാണ് പറയുന്നത്. और समझदारी भी इसकी जगह में जानी मानी है. मैंने काफ़ी बड़े बूंदों से ऐसी सुनी कहानी है. once more to reading. धरती पर जब चलता लगता धरती जैसे सुख पाती, इससे सुंदर चाल किसी की नहीं कहीं मानी जाती. और समझदारी भी इसकी जग में जानी मानी है. मैंने कभी बड़े बूंदों से ऐसी सुनी कहानी है. पानी दूध मिलाकर रख दो. പാനി ദൂത്ത് മിലാക്കർ, പാലിൽ വെള്ളം ചേർത്ത് വെക്കുക. ഹംസ് നഹീം ദോഖ ഖാത്ത, അങ്ങനെ ചെയ്യുന്ന ഒന്നും ഹംസ് നഹീം ദോഖ ഖാത്ത. ദോഖ മീൻസ് എന്താണ്? വഞ്ചന, ഡേഞ്ചേഴ്സ് എന്നൊക്കെയാണ് ദോഖയുടെ അർത്ഥം. ഇവിടെ വരുന്ന മീനിങ് വെള്ളം ചേർത്ത പാലൊന്നും നഹീം ദോഖ ഖാത്താകെ, അങ്ങനെ ചേർക്കുന്ന കാണിക്കുന്നതൊന്നും ഹംസ് കഴിക്കില്ല. ഖാത്ത കഴിക്കില്ല. നഹീം ഖാത്ത, നഹീം ദോഖ ഖാത്ത. പാനി ചോട് ദിയ കർത്താ ഹെ, വെള്ളം എന്ത് ചെയ്യുന്നു? ചോട് ദിയ കർത്താ ഹെ, മാറ്റിവെക്കുന്നു. ചോട് ദിയ ഉപേക്ഷിക്കുന്നു. ദൂത്ത് ദൂത്ത് വഹ് പീ ജാത്ത, പാൽ മാത്രമേ കുടിക്കുന്നുള്ളൂ. ഓക്കെ. ഹരി വംശരായി ബച്ചനാണ് ഈ കവിത എഴുതിയത് അല്ലേ. ഓക്കെ, വൺസ് മോർ ടു റീഡിങ്. പാനി ദൂത്ത് മിലാക്കർ രഖ് ദോ, ഹംസ് നഹീം ദോഖ ഖാത്ത. പാനി ചോട് ദിയ കർത്താ ഹെ, ദൂത്ത് ദൂത്ത് വഹ് പീ ജാത്ത ഹെ. ഓക്കെ ചിൽഡ്രൻ, നമുക്കിനി നോട്ട്ബുക്കിൽ എഴുതാം. ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട്ബുക്ക്, റൈറ്റ് ടുഡേയ്സ് ഡേറ്റ് ആൻഡ് ഡേ. ദെൻ ഹാർഡ് വേർഡ്സസ് ആണ് ദർഥി, സമജ്ദാരി, ബഡെ ബൂഢോ, ധോഖ. വൺസ് മോർ ടു റീഡിങ്. ദർഥി, സമജ്ദാരി, ബഡെ ബൂഢോ, ധോഖ. റൈറ്റ് 5 times. ബ്യൂട്ടിഫുള്ളായിട്ട് 5 times എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം ഹാർഡ് വേർഡ്സസ്. ഓക്കെ ചിൽഡ്രൻ, ദെൻ നമുക്ക് ടെക്സ്റ്റ് ആക്ടിവിറ്റീസിൽ റൈറ്റ് ദ മീനിങ്സ് കൂടെ എഴുതാം കേട്ടോ. നോട്ട്സാണ്. എന്താണ് നോക്കാം. തസ്വീർ ഫോട്ടോ, ഉജല ബ്രൈറ്റ്നസ്, സുഗന്ധ് ബ്യൂട്ടിഫുൾ, ധരെ ഹോൾഡിംഗ്, ഥിർ ടു സ്വിം, ढाइने विंग ऑफ ए बर्ड. Okay, once more to reading. तस्वीर फोटो, उजाला brightness, सुगंध beautiful, थरे holding, thir to swim, ढाइने wing of a bird. ഇത്രയും നോട്ട്സും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടും എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ, എല്ലാവരും ഹാപ്പി ആണോ? ഓക്കെ, ഹാപ്പി ആയിരിക്കുന്നല്ലോ. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ എല്ലാവരും? ഓക്കെ, അപ്പോൾ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ ചിൽഡ്രൻ, all of you take your text, take your science text page number 106. ന്യൂ ലെസൺ ആണ് നമുക്ക് പഠിക്കേണ്ടത്. അവർ എർത്ത് ഇൻ സ്പേസ്, ലെസൺ 5. You all know that our earth is the third planet from the sun. എല്ലാവർക്കും അറിയാം നമ്മുടെ ഭൂമി സൂര്യനിൽ നിന്നുള്ള മൂന്നാമത്തെ ഗ്രഹമാണ്. It is the only place in the universe where life is known to exist. അല്ലേ, എന്താണ് പറയുന്നത്? പ്രപഞ്ചത്തിൽ ജീവൻ ഉണ്ടെന്നറിയാവുന്ന ഒരു സ്ഥലമാണ്, ഒരേ ഒരു സ്ഥലമാണ് നമ്മുടെ എർത്ത് എന്ന് പറയും. ദ എർത്ത് ഈസ് ഓൾസോ നോൺ ആസ് ദ ബ്ലൂ പ്ലാനറ്റ്. എർത്ത്, ഭൂമി ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നു. ബിക്കോസ് എന്തെന്നാൽ about 3/4 of its surface is water and 1/4 is ലാൻഡ്. ഭൂമിയുടെ
ഉപരിതലത്തിൻ്റെ 4/3 ഭാഗവും വെള്ളവും 1/4 കരയും ആയതിനാലാണ് ബ്ലൂ പ്ലാനറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എയർ വിച്ച് പ്രൊവൈഡ്സ് ദ gases required by living beings for breathing. എന്താണ് പറയുന്നത്? ആയതിനാൽ ഭൂമിയെ ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ദെൻ ജീവജാലങ്ങൾക്ക് ശ്വസിക്കാൻ ലിവിങ് തിങ്സിന് ജീവജാലങ്ങൾക്ക് ശ്വസിക്കാൻ ആവശ്യമായ വാതകങ്ങൾ നൽകുന്ന വായുവാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ലെറ്റ് us gather some more information about the earth. അല്ലേ, നമുക്ക് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാം. ഓക്കെ, ക്ലിയർ ചിൽഡ്രൻ? നോളജ് ബാങ്കിൽ എന്താ പറയുന്നത് നോക്കാം. The earth is the only planet that has water in liquid state. ദ്രവാവസ്ഥയിൽ ജലമുള്ള ഒരേ ഒരു ഭൂമി, പ്ലാനറ്റ് എന്ന് പറയുന്നത്, ഒരേ ഒരു ഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയാണ്. The earth is the only planet that has water in liquid state. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഷേപ്പ് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ആകൃതി നോക്കാം. പീപ്പിൾ ഇൻ ആൻഷ്യൻ്റ് ടൈംസ് യൂസ്ഡ് ടു തിങ്ക് ദാറ്റ് അവർ എർത്ത് ഈസ് ഫ്ലാറ്റ് ജസ്റ്റ് ലൈക്ക് എ ടേബിൾ. നമ്മുടെ ഭൂമി ഒരു മേശ പോലെ പരന്നതാണെന്നാണ് പുരാതന കാലത്തുള്ള ആളുകൾ കരുതിയിരുന്നത് കേട്ടോ. ജസ്റ്റ് ലൈക്ക് എ ടേബിൾ. ബട്ട് ലേറ്റർ ഓൺ, പിന്നെ അത് സം സെയിലേഴ്സ് undertook sea voyages and proved that the earth is not flat but around in shape. പിന്നീട് നാവിക കടൽ യാത്രകൾ നടത്തുകയും കടൽ യാത്രകൾ നടത്തുകയും ഭൂമി പരന്നതല്ലെന്നും വൃത്താകൃതിയിലാണെന്നും തെളിയിച്ചു. They started their journey from a particular point and arrived at the same point at the end of their journey. അവർ ഒരു പ്രത്യേക ബിന്ദുവിൽ നിന്നും യാത്ര ആരംഭിച്ച് യാത്രയുടെ അവസാനം അതേ പോയിന്റിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്തു. This is possible only when the path of the journey is circular. യാത്രയുടെ പാത വൃത്താകൃതിയിലാകുമ്പോൾ മാത്രമേ ഇത് സാധ്യമാകുള്ളൂ എന്ന് അവർ തെളിയിച്ചു. എന്താണ്? വൃത്താകൃതിയിലാണെന്നുള്ളതാണ് അവർ തെളിയിച്ചത് അല്ലേ. ഓക്കെ ചിൽഡ്രൻ, നമുക്ക് നെക്സ്റ്റ് വായിക്കാം. The fact that the earth is spherical like a ball in shape was confirmed by scientists and the photographs taken by satellite in space. ഭൂമി ഗോളാകൃതിയിലാണെന്ന്, ഒരു പന്ത് പോലെ, ലൈക്ക് എ ബോൾ, പന്ത് പോലെയാണെന്ന് എന്ന വസ്തുത ശാസ്ത്രജ്ഞന്മാരും ബഹിരാകാശ യാത്രികരും ഉപഗ്രഹങ്ങളെടുത്ത ഫോട്ടോസുമൊക്കെ സ്ഥിരീകരിച്ചു കേട്ടോ. Then if we stand at a seashore and observe a ship sailing away from the shore, we will see that the lower part of the ship disappears first and the top or the upper part disappears last. എന്താണ് പറയുന്നത്? ഒരു കപ്പൽ സീഷോറിൽ നിന്ന് നീങ്ങുന്നത് ശ്രദ്ധിച്ചാൽ, ഒരു കപ്പൽ തീരത്തു നിന്ന് നീങ്ങുന്നത് നിരീക്ഷിച്ചാൽ, ഇവിടെ നോക്കൂ, പിക്ചറിൽ നോക്കൂ, കണ്ടോ, ഒരാൾ ഇങ്ങനെ സീഷോറിൽ നിന്ന്, കടൽ തീരത്ത് നിന്ന് ഷിപ്പ് പോകുന്നത് നിരീക്ഷിക്കുകയാണ്. ആ പിക്ചറാണ് ഈ കാണിക്കുന്നത്. നിരീക്ഷിച്ചാൽ കപ്പലിൻ്റെ താഴത്തെ ഭാഗം ആദ്യം അപ്രത്യക്ഷമാകുന്നതും മുകൾ ഭാഗം അവസാനം അപ്രത്യക്ഷമാകുന്നതും കാണാം. This is because the ship is sailing on the curved surface of the earth. എന്തുകൊണ്ടാണിത്? ഭൂമിയുടെ വളഞ്ഞ പ്രതലത്തിലൂടെയാണ് കപ്പൽ സഞ്ചരിക്കുന്നത്. People who have traveled in space have seen the spherical earth. ബഹിരാകാശം നടത്തിയ ആളുകൾ ഗോളാകൃതിയിലുള്ള ഭൂമി കണ്ടിട്ടുണ്ട്. But why does the earth appear flat to us? എന്നാൽ എന്തുകൊണ്ടാണ് ഭൂമി നമുക്ക് പരന്നതായി കാണപ്പെടുന്നത്? The reason is that we see only a small portion of this huge planet which seems flat. എന്താണ്? ഈ വലിയ ഗ്രഹത്തിൻ്റെ, നമ്മുടെ വലിയ ഗ്രഹത്തിൻ്റെ സ്മാൾ പോർഷൻ ഓഫ് ദിസ് ഹ്യൂജ് പ്ലാനറ്റ്, ഒരു ചെറിയ ഭാഗം മാത്രമേ നാം കാണുന്നുള്ളൂ. ദാറ്റ് ഈസ് ദ റീസൺ കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, നമുക്കിനി നോട്ട്ബുക്കിൽ എഴുതാം. All of you take one notebook, write today's date and day. Lesson 5, our earth in space. Hard words are here.
blue planet, spherical, disappears, earth, rotation, globe, axis. Once more to reading, blue planet, spherical, disappears, earth, rotation, globe, axis. ഓക്കെ റൈറ്റ് 5 ടൈംസ് എഴുതണം. എല്ലാവരും നീറ്റായിട്ടും ബ്യൂട്ടിഫുള്ളായിട്ടും 5 ടൈംസ് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.